മക്കള് കല്യാണം കഴിച്ചത് തന്നെയാ അമ്മമാര് കേൾക്കേണ്ടി വരും. എനിക്കത് അറിയാവൂട്ടാ കേട്ടോ. ഒന്നും ചിന്തിക്കാതെ അല്ല എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു വെക്കാവോ. പക്ഷെ നീ പറഞ്ഞ വാക്കുണ്ടല്ലോ, നിങ്ങൾ അമ്മയാണോ എന്നൊക്കെ ചോദിക്കാറ്. അതിന്റെ അർത്ഥം കച്ചറ ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണുള്ളത് നന്ദുട്ടാ? കച്ചറ ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണ്? നീ എന്തിനാ വർത്താനം പറയേണ്ട ആവശ്യമില്ല. ഈ ഒന്ന് പറഞ്ഞുണ്ടാ. ഇത്രയും വൃത്തികെട്ട ഒരു ഫാമിലി വ്ളോഗറെ ഞാൻ എന്റെ കരിയറിൽ കണ്ടിട്ടില്ല. നന്ദൂട്ടൻ വ്ളോഗ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഉളുപ്പുണ്ടട നാറി എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ തുടങ്ങുന്നത്. കാര്യത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്നുള്ളത് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. 4 ദിവസം മുമ്പ് യൂട്യൂബിൽ ഇവനൊരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവന്റെ മുഖത്ത് നിന്ന് കൈയെടുക്കാൻ തോന്നൂല. അമ്മാതിരി അപരാധമാണ് അവൻ വീഡിയോ പിടിച്ച് നാട്ടുകാരെ കാണിച്ചത്. സ്വന്തം അമ്മയും ഭാര്യയും തമ്മിലുള്ള വഴക്ക്, അതിന്റെ ഇടയിൽ ഇവന്റെ കൊണയടി ഒന്ന് കാണേണ്ടത് തന്നെയാണ് മക്കളെ. എന്തായാലും ഞാൻ നീട്ടി വലിക്കുന്നില്ല. വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഞാൻ ഇന്നാണെങ്കിൽ അമ്മ വിളിക്കൂലേ, കുറച്ച് ചോറ് കഴിക്കുന്നത് മാക്കം പറഞ്ഞ് ഇടുക എന്നല്ലാതെ അതിനകത്തുള്ള അതിനപ്പുറത്തേക്ക് ഞാനൊന്നും ഞാൻ അലർമ വെക്കാനല്ലേ, ഞാൻ വെച്ചില്ല. മുഖം നന്നാവാത്ത കണ്ണാടിനെ കുറ്റം പറയുന്ന ഒരു ചൊല്ലുണ്ട്. എന്തിനും കുറ്റം പറയുന്ന ഒരാളാണ്. ഞാൻ നിങ്ങളൊന്നും ഉദ്ദേശിച്ചല്ലേ പറഞ്ഞേ. നിങ്ങളൊന്നും കൂട്ടിയാ കൂടൂല. നിങ്ങൾ എന്തിനാ അതിനൊക്കെ വിഷമിക്കുന്നേ? ഞാൻ ചുമ്മാ കഴിക്കുന്നല്ലേ. മോനെ കുറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നിട്ട് അമ്മമാർക്ക്. മക്കള് കല്യാണം കഴിച്ചത് തന്നെയാ അമ്മമാര് കേൾക്കേണ്ടി വരും. എനിക്കത് അറിയാവൂട്ടാ കേട്ടോ. ഒന്നും ചിന്തിക്കാതെ അല്ല എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു വെക്കാവോ. പക്ഷെ നീ പറഞ്ഞ വാക്കുണ്ടല്ലോ, നിങ്ങൾ അമ്മയാണോ എന്നൊക്കെ ചോദിക്കാറ്. അതിന്റെ അർത്ഥം കച്ചറ ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണുള്ളത് നന്ദുട്ടാ? കച്ചറ ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണ്? നീ എന്തിനാ വർത്താനം പറയേണ്ട ആവശ്യമില്ല. ഈ ഒന്ന് പറഞ്ഞുണ്ടാ. എന്തിനാ ഈ വർത്താനം പറയേണ്ട ആവശ്യമുള്ളത് മോനെ? എന്താല്ലേ സ്വന്തം അമ്മ കരയുന്നത് വരെ എടുത്ത് വ്ളോഗാക്കിയിരിക്കുന്നു. ഇവനൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇവൻ നന്ദൂട്ടനല്ല, പണ്ടാറക്കുട്ടനാണ്. അതാണ് ഇവന് ചേരുന്ന പേര്. സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇവന്റെ ഭാര്യ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുകയെ ജോലി ചെയ്യേ അങ്ങനെ എന്തോ ആണ്. അവൾക്ക് രാവിലെ നേരത്തെ എണീറ്റ് പോകണം. അങ്ങനെ പോകുന്ന സമയത്ത് അമ്മയാണ് സ്ഥിരം ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. അങ്ങനെ പ്രശ്നമുണ്ടായ ദിവസം ഇവനും അവളും രാവിലെ എണീക്കാൻ വൈകിയെന്ന് തോന്നുന്നു. അമ്മയാണെങ്കിൽ അവരെ വിളിച്ചതുമില്ല. അതിന്റെ കലിപ്പിൽ ഇവൻ അമ്മയോട് പോയിട്ട് നിങ്ങളൊരു അമ്മയാണോ എന്നോ മറ്റോ ചോദിച്ചു. അത് നമുക്ക് നല്ലോണം ഫീലായി. ഓൾറെഡി മരുമോൾക്ക് ഫുഡ് വരെ ഉണ്ടാക്കി കൊടുത്ത് പഠിക്കാൻ വിടുന്നുണ്ട്, വീട്ടിലെ ബാക്കി ജോലികളും ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങളൊരു അമ്മയാണോ എന്ന് ചോദ്യം കേൾക്കേണ്ടി വന്നാൽ ഏതൊരമ്മക്കും അത് ഫീൽ ആവും. അതിപ്പോ തമാശക്ക് ചോദിച്ചതാണെങ്കിൽ പോലും. ഇവരൊക്കെ മര്യാദയ്ക്ക് രാവിലെ നേരത്തെ എണീക്കാനും വയ്യ, എന്നിട്ടെല്ലാം ചെയ്തു തരുന്ന അമ്മേന്റെ മെക്കെട്ട് കയറണമെന്ന് വെച്ചാൽ ഇനി അതൊക്കെ പോട്ടെ. വീടാണ്, കുടുംബമാണ്, പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും. പ്രത്യേകിച്ച് അമ്മായിമ്മ മരുമകളും ആകുമ്പോൾ പ്രശ്നങ്ങൾ ഷുവറാണ്. ആൺമക്കൾ അതിന്റെ ഇടയിൽ പെട്ടുപോകാറുമുണ്ട്. അതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നത് തന്നെയാണ്. പക്ഷെ ഇവരെന്തിനാണ് ഇതൊക്കെ വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവനെന്താ ബോധമില്ലേ? ഉള്ളത് പറയാലോ, ഇങ്ങനൊരു നാറിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇവനൊക്കെ മനസ്സ് പഠന വിധേയമാക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അല്ല, ഇങ്ങനെ ഉളുപ്പ് കെട്ടി ഇവനൊക്കെ എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുന്നതെന്ന് അറിയണല്ലോ. എന്നാലും ബാക്കിയൂടെ കണ്ടോക്കാം. ഈ എന്തിനാ അങ്ങനെ പറയേണ്ട ആവശ്യമുള്ളത്? എനിക്ക് അറിയിട്ട് ചോദിക്കാം. എന്തിനാ അങ്ങനത്തെ ഒരു വാക്ക് പറയേണ്ട ആവശ്യം? ഞാൻ ഒന്നും ചിന്തിച്ചില്ല. ഈ ചിന്തിക്കാതെ വർത്താനം പറയണ്ട മോനെ. ഇതൊക്കെ ഉണ്ടല്ലോ എപ്പോഴും പറയണ എന്താ അറിയോ, മക്കൾ നല്ലതുണ്ടല്ലോ. മക്കളൊക്കെ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാല് കല്യാണമൊക്കെ കഴിയുമ്പോൾ മാറി താമസിക്കാന്ന് ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അത് ഏറ്റവും നല്ല മോനെ. ആക്കത്രേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ പിന്നെ ആൺമക്കൾ ഭാര്യയും കൊണ്ട് മാറി താമസിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഷുവറാണ്. എന്തായാലും ഈഗോ ക്ലാഷ് ഉണ്ടാക്കും. പിന്നെ അത് വളർന്ന് വലുതായി വലിയ പ്രശ്നമാവും. പ്രത്യേകിച്ച് മരുമോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോകുന്നു, അമ്മായിയും എല്ലാ ജോലികളും ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമാണെങ്കിൽ എന്തായാലും വഴക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ പിന്നെ അമ്മ നമുക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഒരു സ്പെഷ്യൽ പരിഗണനയൊക്കെ കൊടുത്ത് നൈസായിട്ട് കൊണ്ടുപോകാൻ കഴിയണം. അല്ലാതെ തമാശയാണെന്ന് പറഞ്ഞ് കയറി ചൊറിയാൻ പോയാൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ മാറി താമസിക്കുന്നത് തന്നെയാണ്. ബാക്കി കണ്ടോക്ക്. എന്തായാലും എനിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനത്തെ വാക്കൊന്നും പറയുന്നുണ്ട്. അങ്ങനത്തെ വാക്കൊന്നും പറയാൻ പാടില്ല. ഞാൻ ക്ഷമിക്കും. ഈ വിട്ടാളും മോനെ, എന്നെ വിട്ടാളും നിങ്ങൾക്കൊന്നും മുട്ടിയാൽ കൂടൂല. എന്താണ് അമ്മ പ്രശ്നം? ഒന്നും മുട്ടിയാൽ കൂടൂല. ഞാൻ ആക്കിട്ട് വരാം കേട്ടോ. അമ്മ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പറഞ്ഞതാണ്. ചിന്തിക്കാതെ സംസാരിക്കാൻ പാടില്ല. മനുഷ്യനാണ്. വായ തോന്നുന്ന കൊതക്കി പാട്ടുന്നതിനോട് പറയാൻ പറ്റൂലല്ലോ. ഞാൻ ഒന്നും ചിന്തിച്ചില്ല. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുമില്ല. അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമല്ല പറഞ്ഞേ. ഒന്നും ഉദ്ദേശിച്ചിട്ടുമില്ല. ഞാൻ വെറുതെ ഓളെ നീക്കേണ്ട കാര്യത്തെ വിചാരിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. അത്രയല്ല എന്റെ കൺസെപ്റ്റ്. ഞാൻ എന്തെങ്കിലും പറയലുണ്ടോ? ഞാനൊന്നും പറയില്ല. നിങ്ങൾ പഠിക്കാൻ പോണ കാര്യത്തിൽ ഇടപെടാനോ വർത്താനം പറയാനോ ഞാൻ ആരുമല്ല.
എനിക്ക് ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ആ കാര്യങ്ങളെ ഞാൻ ചിന്തിക്കേണ്ടതുള്ളൂ. ആ ഭക്ഷണം ആക്കി കൊടുത്തില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റാ. ഞാൻ ഓടി നടന്ന് ഞാനൊക്കെ ആക്കി വെച്ച് പാത്രം കഴുകിയില്ല. എനിക്ക് ഇപ്പൊ കൈക്ക് ചൊറിച്ചിലുള്ളതുകൊണ്ട് ഈ കഴുകാതൊക്കെ എന്ത് വേണേ ചെയ്തോ, ഞാനൊന്നും പറയല്ലോ മോനെ. നിങ്ങൾ എന്തേലും ചെയ്തോളൂ. നിങ്ങൾ കുറെ ശരികളുണ്ടാകല്ലോ. ഞാൻ നിങ്ങളെ കാലഘട്ടത്തിലുള്ള ആളേ അല്ല. എന്നെ വിട്ടാൽ നിങ്ങൾ കൂട്ടിയാ കൂടുതല വിട്ടാ. നിങ്ങൾ എന്ത് കൂട്ടിയാ കൂടുതല, എന്ത് കൂട്ടിയാ കൂടുതൽ അങ്ങനെ പറയുന്നേ? ഞാനെന്ത് ചെയ്തേ? ഞാൻ എടുക്കൂ. അതിന് ഈ നാറിക്ക് ആ ബോധം വേണ്ടേ? പുറത്തിറങ്ങുമ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കുന്ന അവസ്ഥയാണ് അവന് ഉണ്ടാക്കുന്നത്. ആ പെണ്ണ് പഠിക്കാൻ പോവാണ്, അവളുടെ കൂടെ പഠിക്കുന്നവർക്ക് ഇത് കാണൂല. ആ കുട്ടീന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കി. ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇവന്റെ ഭാര്യയും അമ്മയും ഒക്കെ എത്ര മോശമായിട്ടായിരിക്കും വിലയിരുത്തുക എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കി. അതിന്റെ ഇടയിൽ നിങ്ങൾ ആ വീട്ടിൽ അച്ഛനെ ശ്രദ്ധിച്ചോ? ആ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നത് പോലും മൂപ്പര് അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. മൂപ്പര് പണിയെടുത്തൊരു സൈഡിൽ കൂടെ അങ്ങനെ പോകുന്നുണ്ട്. ആള് ഫുൾ കൂളാണ്. എനിക്ക് തോന്നുന്നത് എന്നും ഓരോരോ പ്രശ്നങ്ങൾ കണ്ട് ആൾക്ക് ശീലമായതാവുമെന്നാണ്. പിന്നെ എനിക്ക് ഈ പെൺകുട്ടിയോട് ഒരു കാര്യം പറയാനുണ്ട്. നീ ആക്ച്വലി ലക്കിയാണ്. അമ്മയും അച്ഛനും കൂടി ആ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. നിനക്ക് രാവിലെ പഠിക്കാൻ പോകാനുള്ള എല്ലാ സാഹചര്യവും അവർ ഒരുക്കി തരുന്നുണ്ട്. സോ അവരെ തിരിച്ചൊന്ന് പരിഗണിച്ചാൽ മാത്രം മതിയാവും. രാവിലെ കുറച്ചൊന്ന് നേരത്തെ എണീക്കുക, എന്നിട്ടൊന്ന് അമ്മന്റെ അച്ഛന്റെ അടുത്ത് പോവുക, നല്ല രീതിയിൽ സംസാരിക്കുക, പറ്റിയാൽ അവർക്കൊരു ചായ ഇട്ട് കൊടുക്കുക. അത്ര മതി. വേറൊരു ജോലിയും നീ എടുത്തില്ലെങ്കിലും അവര് ഹാപ്പി ആകും. ഇതിപ്പോ അവരെല്ലാ ജോലികളും ചെയ്യുകയും വേണം. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും നേരത്തെ എഴുന്നേൽക്കാത്തതിന്റെ ചീത്തയും കേൾക്കണമെന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കുന്ന കാര്യമാണോ? അതൊരു ബാക്കിയുടെ കേട്ടോക്കാം. പുറത്തിറങ്ങി എന്താ തെറ്റുള്ളത് പറഞ്ഞാല്? ഞാൻ അമ്മയോട് പറഞ്ഞ തെറ്റ്, അമ്മ എന്നോട് പറഞ്ഞ ശരി. തന്നെ ഉള്ളു. ഞാൻ വിചാരിച്ച് അമ്മ വിളിക്കുന്നു, അത്രേ ഞാൻ വിചാരിച്ചുള്ളൂ. ഞാൻ അതുകൊണ്ട് അമ്മ എന്താ വിളിക്കാന്ന് ചോദിച്ചു. അമ്മ എന്നെ വിളിക്കല്ലേ? ഞാനല്ലേ ചോദിച്ചു അതിനകത്ത്. പിന്നെ ഇപ്പൊ വിളിക്കല്ല, ഇപ്പൊ കൂടെ വിളിക്കല്ല. ഞാൻ എന്നോ എന്നോട് പറഞ്ഞ ഞാൻ എന്നെ വിളിക്കൂല. ഞാൻ എന്നോ പറഞ്ഞതാ ഞാൻ വിളിക്കൂല. അതൊന്നും ചെറിയ കുട്ടികളല്ല, സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ മാത്രമുള്ള ബോധമായതാ. ഇനി ഞങ്ങളെ വിളിച്ചോണ്ടി കുത്തിരിക്കാം. വേറെ പണിയില്ലേട്ടാ. അല്ല പിന്നെ ഇനിയിപ്പോ വയസ്സാൻ കാര്യത്തിൽ ഇവനൊക്കെ വാരം കൂടെ ഉരുട്ടി വെച്ച് കൊടുക്കാം. അവനെ നേരത്തെ വിളിച്ചില്ല പോലും. എന്തോന്നടേ ഇതൊക്കെ? എല്ലാം ചെയ്തു തരുന്നു എന്ന് കരുതി മുതലാക്കാൻ നിൽക്കരുത്. അതിപ്പോ സ്വന്തം അമ്മയാണെങ്കിൽ പോലും. അവരും ഒരു വ്യക്തിയാണ്, ഒരു മനുഷ്യനാണ്. അത് ആദ്യം മനസ്സിലാക്കണം. എന്നാലും ഉളുപ്പില്ലാത്ത നാറി നിനക്കൊക്കെ എങ്ങനെയാണ് ഇത് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നത്? വല്ലാത്തൊരു ജാതി തന്നെ. എന്തായാലും നീ ബാക്കി പറ. ശ്രദ്ധിക്കണം, നേരത്തെ അലാറം ശ്രദ്ധിക്കണം. ആ ഹെൽമെറ്റ് എടുക്കണേ. നിങ്ങൾക്ക് അലാറം വെച്ചാൽ പോരെ, എന്നാ പ്രശ്നം തരുന്നില്ലേ? പോരെ മാഡം? ഞാൻ നീ എണീക്കാത്തോണ്ട് അമ്മയോട് പറഞ്ഞോ? ഞാൻ ചുമ്മാ അവിടെ കഴിഞ്ഞു. ഞാൻ പിന്നെ അമ്മേനോട് അമ്മ എന്നെ വിളിക്കല്ലേ, ഞാനത് കണ്ട് ഞാൻ അതായത് പറഞ്ഞത്. ഞാൻ അല്ലാണ്ടൊന്നും ചിന്തിച്ചില്ല. അങ്ങനെ പറയരുത്, എന്റെ ഭാഗത്തെ മിസ്റ്റേക്ക്. നിന്റെ മിസ്റ്റേക്ക് തന്നെയാണ്. അതിപ്പോ നീ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലായെങ്കിൽ പിന്നെ അത് പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിച്ചാൽ പോരെ. നിനക്ക് എങ്ങനെയാണ് ഇതൊക്കെ വീഡിയോ എടുക്കാൻ കഴിയുന്നത്? അമ്മ കരയുന്നു, ഭാര്യ ആകെ സാഡായി നിൽക്കുന്നു, അതിന്റെ ഇടയിൽ ഇവന്റെ വ്ലോഗ്. എന്തിന്റെ ആവശ്യമാണ് ഇവന്? ഉളുപ്പില്ലാത്ത നാറി. ബാക്കി പറഞ്ഞായിരുന്നു. എനിക്ക് ഇങ്ങോട്ടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യുന്ന എനിക്കറിയില്ല. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താ വെച്ചാൽ ഞാനിപ്പോൾ ആളെടുത്തും ദേഷ്യം പിടിച്ച് അങ്ങോട്ട് പോകുന്നത്. ഞാൻ ഒരിക്കലും എൻ്റെ കാര്യം പറയില്ല. ഇന്ന് രാവിലെ തന്നെ ആൾ നീക്കാൻ വൈകിയതിന് കാരണം ലേറ്റായി കിടക്കുന്നുണ്ടാണ്. അപ്പോൾ ആൾ ഇത് കഴിഞ്ഞിട്ട് അലാറം വെച്ചാണ് സ്വതവേ കിടക്കല്. അപ്പോൾ സ്വതവേ നമ്മൾ രാത്രി എണീക്കുമ്പോൾ ആളോട് പറയും, രാവിലെ എണീക്കുന്ന നേരത്തെയാണ് ആൾ ബസ് കയറിയാൽ പോലെ ലേറ്റായി എണീക്കുമ്പോൾ ഞാൻ കൊണ്ടാക്കും. അപ്പോൾ ഇന്നിപ്പോൾ എണീറ്റപ്പോൾ ഞാൻ അമ്മേനോട് വെറുതെ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചോദിക്കുകയും ചെയ്യരുത്. അങ്ങനെ ചോദിക്കുന്ന ഒരു തെറ്റാണ്. എല്ലാം മനസ്സിലാക്കിയിട്ട് കാര്യമല്ലോ. ചോദിച്ചില്ലേ? ഞാൻ നമ്മുടെ ആ സമയത്ത് വെറുതെ ഞാനെന്താ എണീറ്റ് ഉറക്കപ്പിച്ചില്ലെന്തോ ചോദിച്ച പോലെ ചോദിച്ചതാ. അപ്പോൾ അമ്മ അവിടെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാക്കുള്ള ഞാൻ ഇവിടെ വെച്ചാൽ അമ്മയുടെ അമ്മയാണെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കരുത്. എൻ്റെ ഭാഗത്താണ് കംപ്ലീറ്റ് മിസ്റ്റേക്ക്. ശരി, ഒക്കെ ശരി. പക്ഷേ ഈ രാവിലെ എണീക്കുമ്പോൾ ഓക്ക് പോകാൻ വൈകുന്ന ആ ഒരു കൺസേണിൻ്റെ മനസ്സിൽ വന്നുകൊണ്ട് ഞാൻ ചോദിച്ചു പോയതാ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഇവളെ ഭാഗത്തും ഒരു പ്രശ്നമില്ല, അമ്മേൻ്റെ ഭാഗത്തും ഒരു ഞാൻ ചോദിച്ച ചോദ്യമാണ് പ്രശ്നം. പക്ഷെ ഇവരുടെ ഇടയിൽ ഉണ്ടാവുന്ന ഈ ഒരു ഞാൻ ചോദിക്കുന്ന ചോദ്യവും ഇതൊരു പ്രശ്നമാക്കി ഇവരെ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ വെച്ചാൽ ഞാൻ രാവിലെ എണീറ്റ് അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്നില്ല. അത് നിങ്ങൾക്കറിയാം. എല്ലാ ദിവസവും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല. പിന്നെ അച്ഛനാണ് ഒട്ടുമിക്ക സമയത്തും വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്.
ഇതിന്റെ ഇടയിൽ കിടന്ന് പെടുന്നത് ഞാനാ. ഞാൻ ചുരുക്കി പറഞ്ഞാൽ നീ ഒരു നിർഗുണനാണെന്ന് അർത്ഥം. എല്ലാം ചെയ്യുന്നത് അച്ഛനും അമ്മയും. എന്നിട്ട് ഇവൻ പറയുന്നത് കേട്ടില്ലേ, ഇതിന്റെ ഇടയിൽ പെടുന്നത് അവനാണ് പോലും. എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? എല്ലാം ചെയ്തു തരുന്ന ഒരു അച്ഛനും അമ്മയും കിട്ടിയതും പോരാ, എന്നിട്ട് അവരുടെ ഇടയിൽ ഞാൻ പെട്ടുപോയി എന്നൊക്കെ. നീ എന്തൊക്കെയാണ് പറയുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ മോനെ? നിനക്ക് എന്താടാ വയ്യേ? വല്ല ഡോക്ടറെയും പോയി കാണിക്കുന്നീ. ചികിത്സ അത്യാവശ്യമാണ് നിനക്ക്. ബാക്കി പറയെന്തായാലും. നിങ്ങൾ വിചാരിക്കും, നിങ്ങളെന്താ വിചാരിക്കാറോ ഞാൻ രാവിലെ എണീറ്റ് ഭക്ഷണം കഴിക്കുക, ഉച്ചയ്ക്ക് എണീറ്റ് ചോറ് കഴിക്കുക, ഇതാണ് എൻ്റെ പരിപാടി എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ എൻ്റെ ലൈഫിൽ അങ്ങനെയല്ല നടക്കുന്നത്. എൻ്റെ ലൈഫിൽ ഏറ്റവും ചെറിയൊരു പോർഷൻ മാത്രമേ ഞാൻ വ്ളോഗ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ വർക്കിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ല വ്ളോഗ്. എൻ്റെ വർക്ക് വീഡിയോഗ്രാഫി, എഡിറ്റിങ്, കണ്ടന്റ് ക്രിയേഷൻ, പിന്നെ അതേപോലെ വെഡ്ഡിങ്ങിൻ്റെ വർക്ക്, ആൽബം ഡിസൈനിങ്, അങ്ങനെ കുറേ സൈഡ് ഉണ്ട്. അതെല്ലാം കൂടെ എടുത്ത് വ്ളോഗ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിനോ നേരം ഉണ്ടാവുള്ളൂ. വേണ്ടടാ, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വ്ളോഗ് ഒന്നും നീ ചെയ്യണ്ട. നീ നിന്റെ അമ്മയും ഭാര്യയും തമ്മിൽ വഴക്ക് കൂടുന്നതും അമ്മ കരയുന്നതും ഒക്കെ എടുത്ത് വീഡിയോ ആക്കി ചെയ്യും. അതല്ലേ നിനക്ക് അറിയൂ. കുറച്ചെങ്കിലും പക്വത കാണിക്കാതെ ചെറുക്ക. പോത്ത് പോലെ വളർന്നില്ല, അതിന്റെ ബോധെങ്കിലും കാണിക്കുന്നു. എന്നിട്ട് യൂട്യൂബിൽ വന്നിരുന്ന് കൊണക്കി ഉളുപ്പില്ലാത്ത നാറി. ബാക്കി പറഞ്ഞാലും. അപ്പോൾ എൻ്റെ കുറച്ച് ചോറ് കഴിക്കുന്നത് മാക്കെന്ന് പറഞ്ഞ് ഇടുക എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാനൊന്നും ചിന്തിച്ചില്ല. ഈ വ്ളോഗിന്റെ പേജ് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഞാനില്ലാത്ത വ്ളോഗ് ചെയ്ത് വലിയൊരു വ്ളോഗർ ആവണമെന്ന് വിചാരിച്ച് ചെയ്തൊരു പേജേ അല്ല. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് എന്തിനെന്ന് പറയാ, എന്തിനാ ചെയ്യുന്നതൊക്കെ വിചാരിക്കുന്നത്. ഞാൻ വെറുതെ വ്ളോഗ് ചെയ്യുന്ന ആസ് യൂഷ്വലി എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വെറുതെ ഒന്ന് വ്ളോഗ് ചെയ്ത് ഇങ്ങനെ ഡോക്യുമെൻ്ററി പോലെ ഇടാൻ വേണ്ടി തുടങ്ങിയൊരു പേജായിന്. പക്ഷെ ഈ അമ്മയും ദേവും ഇവരുടെ ഉണ്ടാകുന്ന പ്രശ്നത്തിന് ഞാൻ പെടാപ്പാട് വിടുന്നത് എനിക്കറിയില്ല. ഈ അമ്മയും അമ്മായിമ്മ പോരും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ പോരൊന്നുമില്ല. പോരുണ്ടെങ്കിൽ നിനക്ക് ഉണ്ടാക്കാലോ. ഈ പ്രശ്നം തന്നെ നീ ഉണ്ടാക്കിയതല്ലേ. അതുപോലെ കണ്ടന്റിന് വേണ്ടി മനഃപൂർവ്വം അമ്മയും ഭാര്യയും തമ്മിൽ തല്ലിക്കാൻ പോലും നീ മടിക്കൂല. അത്രക്കുണ്ട് നിന്റെ നിലവാരം. മനുഷ്യനായി ജീവിക്കാൻ പഠിക്കേണ്ട ഉളുപ്പില്ലാത്തവനെ. നീ എന്തായാലും ബാക്കി പറ. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരെ പ്രശ്നമല്ല, എന്തെങ്കിലും സംസാരം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കിടന്ന് പെടുന്നത് ഞാനാ. ഈ അച്ഛനെ സമ്മതിക്കണം. അച്ഛൻ ഭയങ്കര പീസ്ഫുൾ അതിന്റെ കാര്യത്തിൽ. അച്ഛനൊരു പ്രശ്നമില്ല. അച്ഛൻ ഈ ഭൂമി തലകുത്തി നിന്നാലും പ്രശ്നമില്ല. അച്ഛനൊക്കെ നെവർ മൈൻഡാ. ഞാൻ എന്നിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കാറില്ല. ആകെ എന്തോ പോലെയുണ്ട്. ഞാൻ ഇവിടെ ഒന്നും ഇങ്ങനെ ഒത്തിരിക്കാൻ പറ്റും. നേരത്തെ വീട്ടിൽ പോയിട്ട് എന്ത് കാര്യം? അത് ശരി, നീ തന്നെയല്ലേ പറഞ്ഞു നീ ഫുൾ ബിസിയാണെന്ന്. എഡിറ്റ് ചെയ്യാനുണ്ട്, ഫോട്ടോഗ്രാഫി ചെയ്യാനുണ്ട് എന്നൊക്കെ. എന്നിട്ട് ഇപ്പൊ പറഞ്ഞു കേട്ടില്ല ഞാനിപ്പോ ഇവിടെ ഇരിക്കുകയാണെന്ന്. നേരത്തെ വീട്ടിൽ പോയിട്ട് എന്താ കാര്യം എന്നൊക്കെ. ആടാ, ഇപ്പം പോയിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. ഭാര്യ കോളേജ് വിട്ട് വരട്ടെ, എന്നിട്ട് പോയാൽ മതി വീട്ടിലേക്കൊക്കെ. എന്നാ പിന്നെ അടുത്ത വഴക്കുണ്ടാക്കി നിനക്കത് കണ്ടന്റ് ആക്കാലോ അല്ലേ. ബാക്കി പറഞ്ഞു താഴെ. ആകെ മനസ്സിലാവുന്നില്ല എന്താ സംഭവം. എല്ലാ ദിവസവും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പിന്നെ ആകെ അങ്ങനെ തന്നെ. എപ്പോഴും എന്തെങ്കിലും പ്രശ്നം. ഈ ഫോണിലാണെങ്കിൽ സിമ്മും ഇല്ല. ഞാനവിടെ ഒത്തിരിക്കില്ല. എത്ര നേരം വെച്ചിട്ടാ നമ്മളിപ്പോൾ ലൈഫിൽ ഇപ്പോൾ ഒരാൾ നമ്മളെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഓക്കെ ആണ്. ഞാൻ മിസ്റ്റേക്ക് ഉണ്ട്, അമ്മേനെ അങ്ങനെ പറഞ്ഞ മിസ്റ്റേക്ക് തന്നെയാണ്, അല്ല ഞാൻ പറയുന്നില്ല. പക്ഷെ നീ ആദ്യം എവിടെയെങ്കിലും ഉറച്ചിക്കട ചങ്ങായി. വല്ലാത്ത ജാതിഷ്ട. നിന്റെ ഭാഗത്ത് തന്നെയാണ് ഫുൾ മിസ്റ്റേക്ക്, അതിൽ യാതൊരു സംശയവും വേണ്ട. ഈ വീഡിയോ നീ യൂട്യൂബിൽ അപ്ലോഡ് ആക്കിയില്ലേ, അതിനും വലിയൊരു മിസ്റ്റേക്ക് ഇനി വരാനില്ല. നീ ബാക്കി പറഞ്ഞതായിട്ടും. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഒരു ദിവസം നടക്കുന്നറിയാം. വെറുതെ ഒരു ആവശ്യമില്ല. ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഓളെ കൺസേണിൽ ഞാൻ ചോദിച്ചാ, അയ്യോ ഓള് ലേറ്റ് ആയല്ലോ, ഇനി എന്ത് ചെയ്യും, ഓക്ക് വരാൻ വൈകുമല്ലോ, ഇതൊക്കെ എൻ്റെ കൺസേൺസ്. അന്നപ്പോൾ ഞാനത് എൻ്റെ മനസ്സിലിട്ട്. അപ്പോൾ ചില സമയത്ത് ഇതേ സിറ്റുവേഷൻ മറിച്ചും വരും. ദേവ് ചിലപ്പോൾ അമ്മ ചിലപ്പോൾ കാര്യമായിട്ട് കിച്ചണിൽ പണിയിലേക്കു, അപ്പോൾ ദേവ് ചിലപ്പോൾ പഠിക്കുകയ്ക്കൂ. അപ്പോൾ ഞാൻ ഓൾഡ് ചോദിക്കൂ അമ്മേനെ കുറച്ച് നേരം ഹെൽപ്പ് ചെയ്തുവിടുന്നു. അപ്പോൾ അവിടെയും പ്രശ്നങ്ങളാണ്. ഇങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ട്. ഇങ്ങനെ ഇത് ഞാനെന്ത് സംഭവം എന്ന് പറയാം. ഞാൻ മനുഷ്യനല്ലേ, ഞാനിതൊക്കെ മറന്നു പോകും. ഞാൻ ഈ നടക്കുന്ന കാര്യങ്ങൾ യൂഷ്വലി ആണുങ്ങൾ മറന്നു പോകുന്നതാണ് കേൾക്കാറ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും ഞാൻ ഈ ചെയ്യുന്ന കാര്യം, ഞാൻ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഓർമ്മയിലുണ്ടാവില്ല, എല്ലാ കാര്യവും മറന്നു പോകും. പക്ഷേ ഈ പെണ്ണുങ്ങളെ മനസ്സിൽ ഇതൊക്കെ ഇങ്ങനെ ഓർമ്മയിലുണ്ടായിട്ട് ഇവരിതെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കൂ. എന്നിട്ട് ഇതൊക്കെ ഞാൻ മറന്നു പോകുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഫോണിൽ നോട്ട് ചെയ്തിട്ടില്ല, ഇന്ന സമയത്ത് ഇന്ന കാര്യം നടന്നു എന്നൊക്കെ. എന്നിട്ട് ഞാൻ ആ നോട്ട് ചെയ്തിട്ട് ഇവരെന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ആ നോട്ട് എടുത്ത് നോക്കണം. എന്താ പ്രശ്നം, എന്താ ബുദ്ധിമുട്ട്, ഇതിന് മുമ്പ് നടന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ, ഇതൊക്കെ ഞാൻ നോട്ട് ചെയ്യുക. എന്തിൻ്റെ ആവശ്യം? ഓരോ സൈക്കോ പരിപാടി. അതന്നെ, ഒരു സൈക്കോ ആണ് നീ. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ സൈക്കോ പരിപാടികൾ നീ ചെയ്യുന്നത്. അത് ആദ്യം മനസ്സിലാക്കി. ബോധവും വിവരമുള്ളവനാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ അത് കുടുംബത്തിൽ വെച്ച് തന്നെ തീർക്കാൻ നോക്കും. അല്ലാതെ നിന്നെ പോലെ തൂറ് വെച്ചത് മുഴുവനും നാട്ടുകാരെ കാണിക്കാൻ നിൽക്കൂല. യാതൊരു സംശയവും വേണ്ട, ഒരു സൈക്കോ തന്നെ നീ ബാക്കി പറഞ്ഞാലും. ഒരു ലൈഫിൽ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ടാ, ഞാൻ ഒരു കാര്യവും ചിന്തിക്കില്ല, ഒരു കാര്യവും ചിന്തിച്ച് പ്രവർത്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയല്ല. എൻ്റെ ലൈഫിൽ ഞാൻ നോർമലി പോകുന്ന ഒരാളാണ്. എന്നിട്ട് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഓരോ വണ്ടിയും വലിയും വീട്ടിലെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയാ, ഇതൊക്കെ ഒരു മനുഷ്യനല്ലേ. നമ്മളിപ്പോൾ എല്ലാ കാര്യം മറന്നുപോയില്ലേ. അമ്മേൻ്റെ പ്രശ്നം മാത്രമല്ല, അമ്മക്കിപ്പോൾ ഉണ്ടായ പ്രശ്നം മാത്രമല്ല, അമ്മ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്നു. അമ്മ പറയുന്നത് ശരി, അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ല എന്നല്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ അമ്മയോട് ചോദിച്ചു, ഞാൻ എൻ്റെ തെറ്റാന്ന് പറഞ്ഞു. അല്ല അപ്പോൾ ഞാൻ ഇപ്പം എന്ത് പറഞ്ഞ ആ സമയത്ത്
എന്തൊക്കെ ഈ ഓരോ സിറ്റുവേഷൻ ഞാൻ എങ്ങനെയല്ലേ അറിയാം. ഞാൻ എൻ്റെ പണി എടുക്കൂ, ഞാൻ എൻ്റെ പണിക്കായിട്ട് പോകും, ഞാൻ എഡിറ്റിങ് ചെയ്യും, വീഡിയോ എടുക്കും, പിന്നെ വണ്ടി കുറേ നേരമായിട്ട് കഴുകും. വണ്ടി കുത്തുന്നതായിട്ട് കഴിയുക കുറേ പ്രശ്നങ്ങളായിട്ട് തീരുന്ന പോലെ തോന്നും. വണ്ടി കഴിക്കും, ഇതന്നെ പരിപാടി. വ്ളോഗ് ചെയ്ത് ബ്ലോഗറാണോ, ഇത് വ്ളോഗ് ചെയ്ത് ബ്ലോഗറായി എന്ത് ചെയ്യാനാ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വ്ളോഗ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഞാൻ ഡെയിലി വ്ളോഗ് ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് ഒത്തിരിക്കുകയാണ്. സ്ഥലം നിന്നോട് ചോദിക്കിയത് ഇവിടെ വന്ന് നോക്കിയിരിക്കുക. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെ പ്രശ്നങ്ങളാണ് ലൈഫിൽ നടക്കുന്നതെന്ന്. ഇവരെന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് മക്കളെ. എന്തൊക്കെയോ പിച്ചും പെയ്യും പറയുന്നുണ്ടല്ലോ. കിളി പോയി ഇരിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്കവാറും എന്തെങ്കിലും ചികിത്സയൊക്കെ വേണ്ടി വരും. ബാക്കി പറന്തായാലും എനിക്കിതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാനൊന്നും ചിന്തിക്കുന്ന ആളുമല്ല. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും റിയാക്ട് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ അമ്മയോട് അറിയാതെ ഞാൻ ചെയ്ത് തെറ്റാണെന്ന് എനിക്ക് തോന്നി. ഞാൻ സ്വതവേ അമ്മയോട് അങ്ങനെയൊന്നും പറയില്ല. അമ്മയുടെ അതിലും വലുതാ പറയില്ലേ, ഇതിലും വലിയ കച്ചറയുണ്ടാ. പക്ഷെ ഞാനൊന്നും ചിന്തിക്കില്ല. എനിക്കിങ്ങനെ ഞാൻ ഇങ്ങനെ പറയുന്ന സാധനങ്ങൾ വീഡിയോ എടുക്കാനും ഇങ്ങനെ കാണുന്ന കാര്യങ്ങളൊക്കെ എടുക്കാനും ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. ഞാൻ അതിനെ വ്ളോഗ് ചെയ്യുന്നത്. എനിക്ക് വ്ളോഗറാവാൻ വേണ്ടിയിട്ട് ഞാൻ വ്ളോഗ് ചെയ്യുന്നില്ല. ഞാൻ ചെയ്ത് വ്ളോഗറായി പോയതാ. എൻ്റെ ലൈഫിൽ ഞാൻ എന്തൊക്കെ അമ്മയോട് ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ ആക്സെപ്റ്റ് ചെയ്യില്ല. അമ്മയ്ക്ക് അത് ഇതായിട്ട് തോന്നുള്ളൂ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ സിറ്റുവേഷനൊക്കെ മാറും. ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോഴേക്ക് പ്രശ്നങ്ങളൊക്കെ മാറും. രാവിലത്തെ ഉള്ള പ്രശ്നങ്ങളല്ല ഉച്ചയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലൈഫിൽ ഇങ്ങനെ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. പലരും ലൈഫിൽ ഇതൊക്കെ ഉണ്ടാവും, എല്ലാവരും ലൈഫിലുണ്ടാവും. ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെയൊക്കെ എനിക്ക് ഇതൊക്കെ ഗോൺ ത്രൂ ഇങ്ങനെ കഴിഞ്ഞു പോകാനല്ല. എന്ത് ചെയ്യാനാ? നല്ല സ്ഥലം. അതൊക്കെ മറക്കും. ഒക്കെ ഞാൻ മറക്കും. ഞാൻ ചെയ്ത കാര്യങ്ങൾ മറക്കും. ഞാൻ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ മറക്കും. ചിലപ്പോൾ വണ്ടിൻ്റെ ചാവി എടുക്കാൻ ഇറങ്ങുമ്പോൾ മറക്കും. എല്ലാവരും മറക്കുന്നത് ഞാനെല്ലാം മറക്കും. എനിക്ക് ലൈഫിൽ മനസ്സിലാവുന്നില്ല എന്ത് ചെയ്യണമെന്ന്. ചില സമയങ്ങളിലൊന്നും ഇവർ രണ്ടാളും കൂടെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ഇവരുടെ കാര്യങ്ങളൊന്നും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഒന്ന് രണ്ടാമത്തേന് കച്ചറയിക്കും. ചില സമയത്തിട്ട് എപ്പോഴും ഞാൻ പറയുന്നില്ല. ചില പോയിൻസിൽ കച്ചറ ഉണ്ടാവലുണ്ട്, പക്ഷെ എപ്പോഴും ഉണ്ടാവില്ല. ഈ കച്ചറകളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മുടെ മനസ്സിലുള്ള മിസ്കൺസെപ്ഷൻസ് ആണ് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മളെ മിസ്അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങൾ. പക്ഷെ എൻ്റെ വീട്ടിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഇങ്ങനത്തെ ഒരു പുകിൽ തന്നെയല്ലേ. ഞാൻ എന്തിക്കുന്നു? ഞാൻ വീട്ടിൽ പോയി ഞാൻ വ്ളോഗ് എടുക്കുന്നില്ലെന്ന് പോവാം. എന്തോ നിന്റെ കാര്യം ഓർക്കുമ്പോൾ നല്ല വിഷമുണ്ട് മോനെ. അല്ലാതെ ഇപ്പൊ എന്താ പറയാ. നൈസായിട്ട് ഡീൽ ചെയ്യേണ്ട വിഷയങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാട്ടുകാരെ അറിയിക്കുന്ന നിന്നെയൊക്കെ മടല് വിട്ടടിക്കണം. ഇതൊക്കെ കാണുന്ന ആൾക്കാർ നിന്റെ കുടുംബത്തെ കുറിച്ച് എന്താണ് വിചാരിക്കുക? എന്ത് പറയാനാണല്ലേ. പിന്നെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇനിയിപ്പോ കുറെ ആൾക്കാർ ഈ വീഡിയോ കണ്ടതിന് ശേഷം കമന്റ് ബോക്സിൽ വന്ന് കുണുകുണാന്ന് പറയാൻ ചാൻസ് ഉണ്ട്. നീ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നത്? നീ കുടുംബശ്രീയാണ്, പരദൂഷണമാണ്, തേങ്ങാ കൊലയാണെന്നൊക്കെ പറഞ്ഞപ്പോ കുറെ എണ്ണം വരും. ഉറപ്പാണ്. അവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങളൊക്കെ ഇത് കാണുന്നില്ലേ? വ്ളോഗിംഗ് എന്നും പറഞ്ഞ് എന്താണ് ഇവനൊക്കെ കാണിച്ച് കൂട്ടുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇതൊക്കെ കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റും. ഇവനെ പോലുള്ള ഊള ഫാമിലി വ്ളോഗേഴ്സിനെ കൂക്കി പറപ്പിച്ച് തന്നെയാണ് ഞാൻ ഇതുവരെ എത്തിയത്. അതിനെയും ചെയ്യും. അതിനിപ്പോ നിങ്ങൾക്ക് പരദൂഷണമായിട്ടും കുടുംബശ്രീ ആയിട്ടും ഒക്കെയാണ് തോന്നുന്നതെങ്കിൽ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഇവനെ പോലുള്ള ആളുകൾ വ്ളോഗ് എന്നും പറഞ്ഞ് ഇമാതിരി ഊള വീഡിയോകൾ പഠിച്ചു വിടുന്നത് കാണുമ്പോൾ എന്തായാലും മിണ്ടാതിരിക്കാൻ കഴിയൂല. നമ്മൾ ഇതുപോലുള്ള വീഡിയോകൾ റിയാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടുത്തെ പല കൊടുകുത്തിയ ഫാമിലി വ്ളോഗർമാരും ഒന്ന് അടങ്ങിയത്. ഇല്ലെങ്കിൽ അവന്മാരുടെയും അവളുമാരുടെ ഒക്കെ അപരാധങ്ങൾ ഇന്നും കാണേണ്ടി വന്നേനെ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.